ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ ഫൈനലി നമ്മുടെ ഹ്യുണ്ടായുടെ എൽക്കസാർ ഫേസ് ലിഫ്റ്റ് ലോഞ്ച് ആയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ക്രെറ്റ ഫേസ് ലിഫ്റ്റ് കണ്ടതാണ്. ഓൾമോസ്റ്റ് അതുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ഫേസ് ലിഫ്റ്റ് ആണ് അവരിപ്പോൾ എൽക്കസാറിലും കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പുതിയ ക്രെറ്റ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇതിന് മുന്നേ തന്നെ നമുക്ക് തന്നെ ഡിസൈനൊക്കെ അറിയായിരുന്നു, കാരണം അതൊക്കെ അവർ പുറത്ത് വിട്ടിട്ടുള്ളതാണ് ഒഫീഷ്യലി. എന്തായാലും ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് പ്രൊഫൈലിൽ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ക്രെറ്റ പോലെയൊക്കെ തന്നെയാണ്. നോർമൽ ക്രെറ്റ ഫേസ് ലിഫ്റ്റ് പോലില്ലെങ്കിലും ക്രെറ്റയുടെ എൻലൈൻ വേർഷൻ ഉണ്ട് പുതിയത്. ഓൾമോസ്റ്റ് അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള DRLസിൻ്റെ ഒക്കെ ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. കണക്റ്റഡ് DRLs ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ്സ് വരുന്ന ഫുള്ളി LED ആണ്. താഴത്തേക്ക് അത്യാവശ്യം വലിയൊരു സിൽവർ സ്കിഡ് പ്ലേറ്റ്സിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹെഡ്ലൈറ്റ്സ് ഒക്കെ നമ്മുടെ ഒരു ഗ്രില്ലിൻ്റെ അകത്ത് മെഷ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു ഗ്ലോസി ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റ് അകത്താണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അലോയ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. സൈസ് അത്യാവശ്യം നല്ലതാണ്. മാത്രമല്ല അതിൻ്റെ ഒരു ഡിസൈനൊക്കെ ആണെങ്കിലും കുറച്ച് പുതുമയുള്ളൊരു ഡിസൈനാണ് എന്ന് പറയും. ഇപ്പോൾ ഈ കൂടുതലും ഫ്ലവറും പൂവും ഒക്കെയാണ് നമ്മൾ കാണാറ്. അതിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. പിന്നെ ORVMs ഗ്ലോസി ബ്ലാക്ക് ആണ്. അതുപോലെ വാഹനത്തിൻ്റെ സൈഡ് ബോഡി ക്ലാഡിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് താഴത്തൊരു ചെറിയ സ്കിഡ് പ്ലേറ്റ്സ് പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട് സൈഡിൽ. ഡോർ ഹാൻഡിൽസ് ഒക്കെ ബോഡി കളേർഡാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് റൂഫ് റെയിൽസ് പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റുന്നത്. സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സാധാരണ ക്രെറ്റ പോലെയല്ല, ക്വാർട്ടർ ഗ്ലാസ് ഏരിയ നോക്കുമ്പോൾ അത്യാവശ്യം ലെങ്ത് കൂടുതലാണ്. അതിപ്പോൾ എൽക്കസാർ എന്ന് പറയുന്ന വണ്ടി തന്നെ അതിന് വേണ്ടിയാണ്. 7 സീറ്റർ ആയതുകൊണ്ട് കുറച്ച് റേസ്റ്റ് ആണ്. നമുക്ക് ബാക്കിൽ നിന്നൊക്കെ ഹൈറ്റ് കൂട്ടാനായിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. അതുകൊണ്ട് തന്നെ റിയർ പ്രൊഫൈലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഒരു പാനലും അതുപോലെ ബാക്കിലത്തേക്ക് വരുമ്പോൾ ഡിസൈനും അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. ക്രെറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കിൽ ഒരു ഇത്തിരി ചെറുതായിട്ട് തോന്നും. ഈ വണ്ടി പക്ഷേ ഓൾമോസ്റ്റ് ഒരു ബോക്സ് പോലത്തെ ഡിസൈൻ തന്നെയാണ്. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബാക്കിലും നല്ല വലിയ സിൽവർ സ്കിഡ് പ്ലേറ്റ്സിൻ്റെ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡ്യുവൽ നമ്മുടെ എക്സോസ്റ്റ് ടിപ്പ് വരുന്നുണ്ട്. അത് ഫംഗ്ഷനിലാണ്. കാരണം 1.5 TGD എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ഇതാണ് കിട്ടുന്നത്. അതായത് 2 എക്സോസ്റ്റ് ടിപ്പ് ഉണ്ട്. അതിപ്പോൾ ക്രെറ്റ എടുത്താലും വെർണ എടുത്താലും എല്ലാത്തിലുണ്ട്. പിന്നെ റിയർ ഡിസൈൻ നോക്കുമ്പോൾ നമുക്ക് എവിടെയാണ് ക്രെറ്റയായിട്ട് മെയിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഡിഫറൻസ് പറയാൻ പറ്റുന്നത്. മെയിനായിട്ട് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ക്രെറ്റയിലേക്ക് വരുമ്പോൾ നമ്മളൊരു ഹൊറിസോണ്ടൽ ടൈപ്പ് ടെയിൽ ലാംപ്സ് കാണുമ്പം ഇതിനകത്ത് വെർട്ടിക്കൽ ടൈപ്പ് ടെയിൽ ലാംപ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എൽക്കസാറിൻ്റെ ബാഡ്ജിങ്ങും പിന്നെ കുറച്ച് ഒരു റേസ്ഡ് ആയിട്ടുള്ള ബാക്കിലത്തെ മറ്റേ ബൂട്ട് ഡോറൊക്കെയാണ് വരുന്നത്. ഒരുപാട് കേർവ്സ് ഒന്നുമില്ല ബാക്കിലത്തെ ഹെഡ് റൂം കൂട്ടാനായിട്ട്. പിന്നെ നമുക്ക് ബാക്കിൽ വൈപ്പർ വാഷർ D4 എല്ലാം വരുന്നുണ്ട്. ചെറിയ ഒരു സ്പോയിലർ പോലത്തെ സംഭവമുണ്ട്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാംപ്സ് വരുന്ന അത്യാവശ്യം നല്ല നീളമുള്ള സ്റ്റോപ്പ് ലാംപ്സ് ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത്. പിന്നെ നമുക്ക് ടർബോയുടെ ബാഡ്ജിങ്, സിഗ്നേച്ചറിൻ്റെ ബാഡ്ജിങ് അതൊക്കെ അവൈലബിൾ ആണ്. ഇനി നമുക്കിതിൻ്റെ മെയിൻ ഡിഫറൻസ് കാണാൻ പറ്റുന്ന ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യത്തിലാണ്. ക്രെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ചൊക്കെ ഫീച്ചേഴ്സിൻ്റെ അഡീഷൻ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. മെയിൻ ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ നോക്കുമ്പം ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമുക്കങ്ങനെ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നും മേക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. കളർ തീമിലാണ് മെയിനായിട്ട് ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ക്രെറ്റ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് ഇൻറ്റീരിയേഴ്സിൽ വരുന്നത്. പക്ഷേ എൽക്കസാറിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു ടാൻ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് അവർ ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. പിന്നെ ഈവൻ നമ്മുടെ ഇൻഫോടൈം സിസ്റ്റം ആണെങ്കിൽ പോലും 10.25 ഇഞ്ച് ആണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ 10.25 ഇഞ്ച് ആണ്. സ്റ്റിയറിംഗ് വീൽ ഇതിൻ്റെ അകത്തൊരു ഡീകട്ട് സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ്, പിന്നെ അഡ്വാൻസ്ഡ് അസിസ്റ്റൻസ് സിസ്റ്റം ഉള്ളതുകൊണ്ട് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ തുടങ്ങിയ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. സെൻറ്റർ കൺസോൾ ഏരിയ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു സിൽവർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗിയറിൽ വരുന്ന സംഭവങ്ങളൊക്കെ അവിടെ കാണാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഡ്രൈവ് മോഡ്സ് ഉണ്ട്. അതുപോലെ ട്രാക്ഷൻ മോഡ്സ് വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ സോൺ ഓട്ടോ AC ആണ് ഈ ഒരു വാഹനത്തിൽ അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ എയർ പ്യൂരിഫയർ അവൈലബിൾ ആണ്. ഫ്രണ്ടിലും ബാക്കിലും വയർലെസ് ചാർജിംഗ് പാഡ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. പാനറോമിക് സൺറൂഫ് അവൈലബിൾ ആണ്. ഇനി ഫ്രണ്ടിലത്തെ 2 സീറ്റ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡ്രൈവറിൻ്റെ സീറ്റിന് മെമ്മറി ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. 2 മെമ്മറി സെറ്റിംഗ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ അതൊരു നല്ല അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അടുത്തൊരു അപ്ഗ്രേഡ് വരുന്നത് ഇത് 7 സീറ്ററും 6 സീറ്ററും വരുന്നതുകൊണ്ട് തന്നെ 6 സീറ്റർ മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് സെക്കൻഡ് റോ പാസഞ്ചേഴ്സിന്, അതായത് ക്യാപ്റ്റൻ സീറ്റുള്ള മോഡൽ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ ഓൾറെഡി ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ 7 സീറ്റർ എടുത്താലും കിട്ടും. പക്ഷേ 6 സീറ്ററിൽ നമുക്ക് ക്യാപ്റ്റൻ സീറ്റ്സ് വരുന്നതിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് കിട്ടുന്നുണ്ട്. ഈ സംഭവം ആദ്യം കിട്ടിത്തുടങ്ങിയ സഫാരിയിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൽക്കസാറിലൊക്കെ ഹ്യുണ്ടായി കൊടുക്കുന്നതുകൊണ്ട് നമുക്കൊരു അഡീഷണൽ സംഭവമായിട്ട് അതും പറയാം. പിന്നെ ബാക്കിലത്തെ പാസഞ്ചേഴ്സിൻ്റെ കംഫർട്ട് ഇതിന് മുന്നേ എൽക്കസാറിൻ്റെ ഒരു മെയിൻ ഫോക്കസ് പോയിന്റ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ ബാക്കിലൊരു ട്രേ ഇപ്പോഴും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ ചെറിയ ലാപ്ടോപ്പൊക്കെ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ ടാബ്ലറ്റ് വേണമെങ്കിൽ വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ റിയർ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഭവം വെച്ച് ടാബ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ലോങ് ഒക്കെ പോകുകയാണെങ്കിൽ ബാക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണമെങ്കിൽ അത് ചെയ്യാം. അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ കഴിക്കാം. നമുക്ക് സൈഡിലായിട്ടൊരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ പ്രാക്ടിക്കലാണ്. പിന്നെ ഈവൻ നമ്മൾ സീറ്റ്സ് എടുക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഹെഡ് റെസ്റ്റിൻ്റെ ഡിസൈനൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് ഈവൻ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ തല പോകാണ്ടിരിക്കാൻ പറ്റിയ നല്ല പെർഫറേഷൻസ് ഒക്കെയുള്ള നല്ലൊരു ഫിനിഷിംഗ് ആണ് ഹെഡ് റെസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. സൈഡിലൊക്കെ നമുക്കൊരു ബൾജിങ് പോയിൻ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആംറസ്റ്റുകളാണ് ഓരോ സീറ്റ്സിനും കൊടുത്തിരിക്കുന്നത്. നേരത്തെ പ്രീ ഫേസ് ലിഫ്റ്റ് എൽക്കസാറിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സംഭവം അവർ നടുവിലൊരു ടണൽ പോലെ കൊടുത്തു. ഈ ഫ്രണ്ടിലത്തെ പാസഞ്ചേഴ്സിനൊക്കെ കാണുന്ന പോലെ അവിടെ ഒരു ആംറസ്റ്റും ഉണ്ട്. സംഭവം അതിൻ്റെ അകത്ത് നമുക്കൊരു വയർലെസ് ചാർജിങ് പാഡൊക്കെ വരുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കുമ്പം കറക്റ്റായിട്ട് നടുവിൽ കൂടെ നമുക്ക്
ബാക്കിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അവർ ആ ഒരു പാനൽ അല്ലെങ്കിൽ ആ ഒരു സംഭവം എടുത്ത് കളഞ്ഞിട്ട് അതിന് പകരം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആംറസ്റ്റ് കൊടുത്തു. പിന്നെ ഫ്രണ്ടിൽ മീൻസ് നമ്മുടെ ബാക്കിലത്തെ AC vents ഒക്കെ വരുന്നതിൻ്റെ തൊട്ട് താഴത്തായിട്ട് വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തു. അവിടെ തന്നെ കുറച്ച് അല്ലാണ്ടുള്ള നോർമൽ C ടൈപ്പ് ചാർജിങ് സോക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. സോ ആ കാര്യത്തിലും പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ റിയർ സീറ്റ്സ് ക്യാപ്റ്റൻ സീറ്റ്സ് വരുന്നതിൻ്റെ ഡിസൈനിൽ കുറച്ച് ഇത്തിരി ഓക്കോർഡായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിൻ്റെ അകത്ത് നമ്മുടെ എൻഡിലത്തെ സൈഡ്, അതായത് ഡോർ വരുന്ന സൈഡിൽ അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്. പക്ഷേ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോഴേക്കും, അതായത് ഡോർ ഇല്ലാത്ത ഇപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു തിക്നെസ് അവിടെ കാണുന്നില്ല. ഒരു സൈഡിൽ മാത്രം നല്ല സപ്പോർട്ടുള്ള പോലെ ഈ ഇമേജസിലൊക്കെ കാണുമ്പോൾ തോന്നുന്നു. പിന്നെ തേർഡ് റോയിൽ എപ്പോഴത്തേം പോലെ തന്നെ വലിയ സ്പേസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം ഇതിപ്പോൾ നമ്മൾ ഈ സെഗ്മെൻറ്റിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് ശരിക്കും സഫാരി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അതിന് തൊട്ട് താഴെ നിൽക്കുന്ന വണ്ടിയാണ്. സഫാരി എന്ന് പറയുമ്പോൾ ഹാരിയർ ബേസ്ഡ് 7 സീറ്റർ ആണ്. ഇത് ക്രെറ്റ ബേസ്ഡ് ആണല്ലോ. നമ്മൾ ക്രെറ്റയും ഹാരിയറും തമ്മിൽ കമ്പയർ ചെയ്യുന്ന കുറവല്ലേ, കാരണം ഹാരിയർ കുറച്ചുകൊണ്ട് വലുതാണല്ലോ. സോ സൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കമ്പാരിസണൊക്കെ നമ്മുടെ സഫാരിയുടെയും XUV 700 ഒക്കെ കുറച്ച് താഴത്തായിട്ടേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കുറവാണ്. സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് തേർഡ് റോയ്ക്ക് നിങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. എന്ന് വെച്ചാൽ ജസ്റ്റ് കുറച്ച് ഒക്കേഷണൽ ഡ്രൈവ്സിനൊക്കെ ഇരിക്കാൻ പറ്റും, കുട്ടികൾക്കും ഇരിക്കാൻ പറ്റും. നമുക്ക് സെൻട്രലത്തെ സീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാം, അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്ക് നീക്കാൻ പറ്റും. XUV 700 സ്കോർപ്പിയോ പോലെ ഫിക്സഡ് സീറ്റ്സ് അല്ല നമുക്ക് സെക്കൻഡ് റോ പാസഞ്ചേഴ്സിന് വരുന്നത്. അതുകൊണ്ട് അവരൊരു ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ തേർഡ് റോയിൽ കുറച്ചൊക്കെ ഇരുന്ന് പോകാം. ഇനി എഞ്ചിൻസിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ഒന്നൊരു 1.5 ലിറ്റർ TGDA പെട്രോൾ എഞ്ചിനാണ്. ക്രെറ്റയിലൊക്കെ കാണുന്ന അതേ എഞ്ചിൻ തന്നെയാണ്. 160 PS പവറും 253 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് 6 സ്പീഡ് മാനുവൽ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ 1.5 ലിറ്റർ ഡീസലാണ്. അത് 115 PS പവറും 250 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതിന് നമുക്ക് 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വേരിയൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 4 വേരിയൻസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഏറ്റവും ബേസ് മോഡൽ എക്സിക്യൂട്ടീവ് ആണ്. അതുപോലെ അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന പ്രസ്റ്റീജ് ആണ്. പിന്നെ നമുക്ക് പ്ലാറ്റിനം, സിഗ്നേച്ചർ അങ്ങനത്തെ വേരിയൻസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും താഴത്ത് നിൽക്കുന്ന 2 വേരിയൻസ്, അതായത് എക്സിക്യൂട്ടീവും അതുപോലെ പ്രസ്റ്റീജും എടുക്കുകയാണെങ്കിൽ നമുക്ക് മാനുവലിൻ്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ അതിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കിൻ്റെയും മാനുവലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ സിഗ്നേച്ചർ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അതുപോലെ 6 സീറ്റർ മോഡൽ എടുക്കുകയാണെങ്കിൽ അതിലും ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പിന്നെ പ്രൈസിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇവർ ഇതുവരെ ഇതിൻ്റെ ഒരേ ഒരു വേരിയൻ്റ് പ്രൈസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ബേസ് മോഡൽ എക്സിക്യൂട്ടീവ് മാനുവലിൻ്റെ ആണ്. അതിൻ്റെ പ്രൈസ് എടുക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന ടർബോ പെട്രോളിൻ്റെ 14.99 lakhs അതുപോലെ നമ്മുടെ ഡീസലിൻ്റെ 15.99 lakhs ആണ്. എന്തായാലും മുകളിലത്തെ വേരിയൻസിലേക്ക് വരുമ്പോഴേക്കും 20 lakhs ആകുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ഉറപ്പായിട്ടും പോകും. പെട്രോളിന് തന്നെ. ഡീസലിന് എന്തായാലും 21-22 റേഞ്ചിൽ എന്തായാലും വരും. ആക്ച്വലി അതിലും കൂടുതൽ പോകാം, കാരണം 4 വേരിയൻസ് ഉണ്ട്. ഇതിന് തന്നെ ഓട്ടോമാറ്റിക് ഉണ്ട്. സോ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ 6-7 lakhs ഡിഫറൻസ് വരേണ്ടതാണ് നിങ്ങളിപ്പം ടോപ്പ് എൻഡ് ഡീസൽ ഓട്ടോമാറ്റിക് ഒക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ നമുക്കിപ്പോൾ കറൻ്റ് ആകെ ഇതിൻ്റെ ബേസിക് വേരിയൻസിൻ്റെ പ്രൈസ് മാത്രമേ അറിയുള്ളൂ. ബേസ് മോഡലിന് അത്യാവശ്യം ലോഡറാണ്. നിങ്ങൾക്ക് സൈഡിൽ ഫീച്ചേഴ്സ് കാണാം. അലോയ്സും സ്മാർട്ട് എൻട്രി LED ഹെഡ് ലാംപ്സ്, സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ ഫ്രണ്ട് കൺസോൾ, ആംബ്രസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ ബേസ് മോഡലും ഒട്ടും വീക്കല്ല ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ. ബാക്കി വാല്യൂ ഫോർ മണി ക്യാരക്ടർ നമുക്ക് ഇനിയുള്ളതിൻ്റെ പ്രൈസസ് വരുമ്പോൾ പറയാം. എന്തായാലും ഗൈസ്, ഇതാണ് പുതിയ ഹ്യുണ്ടായി എൽക്കസാറിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.